ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പഫിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുണ്ടാക്കാൻ അത്രയും സിമ്പിളാണ്. നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെജീസ് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതിന് കറക്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ക്യാബേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അര പീസ് കാരറ്റ്. ഇതിൻ്റെ ആ ഒരു റേഷ്യോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം, അപ്പോഴാണ് നന്നായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബോളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ നെക്സ്റ്റ് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഗ്രീൻ കളറിലുള്ളതാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല സ്വീറ്റ് കോണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഗ്രീൻ പീസ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം പെപ്പർ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്മുടെ വെജീസ് ഏകദേശം ഒരു 1 മുതൽ 1.5 കപ്പ് വരെയാണ് ടോട്ടലുള്ളത്. ഓക്കെ, ഇത് നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിലോട്ട് നമുക്ക് കൂടുതൽ ഫ്ലേവർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മാത്രമല്ല കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗ്രീൻ ചില്ലീസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മുടെ ചീസിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ക്രീം ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. നമ്മൾ പഫിൽ എല്ലാം ഒന്ന് ഫില്ല് ചെയ്യുന്ന സമയത്താണ് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോർമലി ഉപ്പും മുളക് പൊടിയും പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാണ്. നമുക്ക് നോർമലായിട്ട് വീട്ടിൽ ലെഫ്റ്റ് ഓവറായിട്ട് വരുന്ന ചിക്കൻ ഫ്രൈ പീസസും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ പഫ് പേസ്ട്രി ഷീറ്റ്സ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ള പഫ് പേസ്ട്രി ഷീറ്റ്സ് ഒരു 20 മുതൽ അരമണിക്കൂറൊക്കെ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന്. ഓക്കെ, അപ്പോൾ വളരെ ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒത്തിരി തിന്നായിട്ട് പരത്തരുത്, അപ്പോൾ ആ ലേയേഴ്സ് നന്നായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇത് പരത്തിയതിന് ശേഷം ഒരു കട്ടർ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു സൈസിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹാഫായിട്ട് വീണ്ടും കട്ട് ചെയ്ത് വളരെ ചെറിയതായിട്ട് മിനി സൈസിൽ ഒരു ബൈറ്റ് സൈസിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചെയ്യാം. വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചൊരു 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരുന്ന രീതിയിൽ വളരെ പതുക്കെ കുറച്ച് അതിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം വെക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ചിക്കൻ്റെ പീസസും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ചില്ലി ഫ്ലേക്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുട്ടികൾക്ക് കൊടുക്കാനെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ പീസും കൂടെ മുകളിൽ വെച്ച് അതിൻ്റെ സൈഡുകളൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 4 സൈഡ് നന്നായിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മളൊരു ഫോർക്ക് വെച്ച് ഇത് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. അത് നല്ലതായിട്ട് പ്രസ്സായിട്ട് കിട്ടുകയും കൂടെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പീസസും റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊക്കെ ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുള്ള ട്രേയിലോട്ട് അറേഞ്ച് ചെയ്യാം. പിന്നെ ഒരു നൈഫ് വെച്ച് ഇതിൻ്റെ മുകളിൽ 3 ലൈൻസ് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാം പഫും ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ എഗ് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എഗ് വെച്ച് നമുക്ക് ചെയ്താം. അതിനുശേഷം ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട്